ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യ അഭൂതപൂർവമായ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ വികസിത കേരളത്തിന് സുപ്രധാന സ്ഥാനമുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് അന്വേഷണം നിഷ്പക്ഷ ഏജൻസി ഏൽപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും കേന്ദ്രമന്ത്രി. തദ്ദേശ തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ച തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം ജില്ലകളിലെ 3 വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ നടക്കും. സംസ്ഥാനത്തിന്റെ സാമൂഹിക ചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസിന് നാളെ തുടക്കമാകും. ശബരിമലയിൽ മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. തിരുവാഭരണ ഘോഷയാത്ര നാളെ പന്തളത്ത് നിന്നും പുറപ്പെടും. ന്യൂസിലൻഡിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 301 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യ അഭൂതപൂർവമായ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കച്ച്, സൌരാഷ്ട്ര മേഖലകൾക്കായി ഗുജറാത്തിലെ രാജ്കോട്ടിൽ സംഘടിപ്പിച്ച ദ്വിദിന വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ വികസിത രാഷ്ട്രമായി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ ലക്ഷ്യം കൈവരിക്കുന്നതിൽ പരിഷ്കാരങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. वाइब्रेंट गुजरात समिट का मंच सत्ता है तो मुझे सिर्फ एक समिट नहीं दिखती, मुझे 21वीं सदी के आधुनिक भारत की वो यात्रा नजर आती है जो एक सपने से शुरू हुई और आज एक अटूट भरोसे तक पहुंच चुकी है. 2 दशकों में वाइब्रेंट गुजरात की यात्रा एक ग्लोबल बेंचमार्क बन गई है. സൌരാഷ്ട്രയിലെ 7 ജില്ലകളിലായി 13 ഗ്രീൻഫീൽഡ് സ്മാർട്ട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളും രാജ്കോട്ടിലെ മെഡിക്കൽ ഉപകരണ പാർക്കും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ വികസിത കേരളത്തിന് സുപ്രധാന സ്ഥാനമുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തിരുവനന്തപുരത്ത് നവഭാരതം നവകേരളം എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരള കൌമുദി സംഘടിപ്പിച്ച കോൺക്ലേവിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 10 വർഷത്തിനിടെ 27 കോടി ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തമാക്കാൻ മോദി സർക്കാരിന് കഴിഞ്ഞതായും ശ്രീ ഷാ പറഞ്ഞു. മെച്ചപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങൾ, വിദ്യാഭ്യാസം, വ്യവസായം, ഗവേഷണം, ഉയർന്ന വരുമാനം എന്നിവ വികസിത കേരളത്തിന് അനിവാര്യമാണ്. എല്ലാ ജനങ്ങൾക്കും സുരക്ഷിതമാണെന്ന തോന്നൽ വികസനത്തിൽ ഏറെ പ്രധാനമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിന്റെ അന്വേഷണം നിഷ്പക്ഷ ഏജൻസിയെ ഏൽപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും ശ്രീ ഷാ ആവശ്യപ്പെട്ടു. सबरीमाला के खजाने की चोरी का मामला, सोने की चोरी का मामला किसी न्यूट्रल एजेंसी के साथ जांच करानी चाहिए. हर एक को शासन में, सरकार में तंत्र पर विश्वास होना चाहिए और वो तंत्र प्रस्तापित करने के लिए सबरीमाला के गोल्ड चोरी का एक प्रकार से जांच न्यूट्रल एजेंसियों को देना चाहिए. ഇന്നലെ വൈകി തിരുവനന്തപുരത്തെത്തിയ കേന്ദ്രമന്ത്രി ഇന്ന് രാവിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാവിലെ കവടിയാറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബിജെപി അംഗങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തെ ശ്രീ ഷാ അഭിസംബോധന ചെയ്തു. എൻഡിഎ നേതൃയോഗത്തിലും ബിജെപി സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു. കേരള സന്ദർശനം പൂർത്തിയാക്കി കേന്ദ്രമന്ത്രി ഇന്ന് ഡൽഹിക്ക് മടങ്ങും. സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള 3 തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ നടക്കും. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. മലപ്പുറം മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം, എറണാകുളം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ എന്നിവിടങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. പീഡനക്കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പാലക്കാട്ട് നിന്ന് കഴിഞ്ഞ രാത്രി അറസ്റ്റ് ചെയ്ത രാഹുലിനെ പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ചു. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയായിരുന്നു. റിമാൻഡ് ചെയ്ത രാഹുലിനെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. അതേസമയം വൈദ്യപരിശോധനയ്ക്കായി രാഹുലിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡിവൈഎഫ്ഐയും യുവമോർച്ചയും വൻ പ്രതിഷേധവുമായി എത്തിയിരുന്നു. കേരളത്തിന്റെ സാമൂഹിക പുരോഗതിയുടെ ചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിജ്ഞാന യാത്ര ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് മത്സരം സംസ്ഥാന വ്യാപകമായി നാളെ രാവിലെ 11-ന് ആരംഭിക്കും. 12,000-ഓളം സ്കൂളുകളിലും 1,200-ലധികം കോളേജുകളിലും നടക്കുന്ന ക്വിസ് മത്സരത്തിൽ 5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. സംസ്ഥാനത്തെ 8 മുതൽ 12 വരെ ക്ലാസുകളിലുള്ള വിദ്യാർത്ഥികൾക്കും സർവകലാശാല, കോളേജ് വിദ്യാർത്ഥികൾക്കും പ്രത്യേകം മത്സരങ്ങളാണ് നടത്തുന്നത്. സ്കൂൾ തല മത്സര വിജയികൾക്ക് 5 ലക്ഷം രൂപയും കോളേജ് തല മത്സര വിജയികൾക്ക് 3 ലക്ഷം രൂപയുമാണ് ഒന്നാം സമ്മാനമായി ലഭിക്കുക.
കടലറിവുകളും ലക്ഷദ്വീപിന്റെ പൈതൃകവും സമന്വയിപ്പിച്ച ത്രിദിന മത്സ്യമേളയ്ക്ക് കവരത്തിയിൽ തുടക്കമായി. പരമ്പരാഗത രീതിയിൽ തയ്യാറാക്കുന്ന കടൽ വിഭവങ്ങൾ, നാടൻ ഉൽപ്പന്നങ്ങൾ, കടൽപ്പായലിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, സാങ്കേതിക വിദ്യാ പ്രദർശനം, സാംസ്കാരികോത്സവം തുടങ്ങിയവയാണ് മേളയിലുള്ളത്. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേശകൻ എസ് ബി ദീപക് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. CMRFIക്ക് കീഴിലെ ലക്ഷദ്വീപ് കൃഷിവിജ്ഞാന കേന്ദ്രമാണ് മേള സംഘടിപ്പിക്കുന്നത്. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകൾ, കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് മേളയിലെ സന്ദർശകർ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ശക്തമായ ഭരണനിർവഹണത്തിനും പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിനുമുള്ള പ്രധാനമന്ത്രിയുടെ പ്രധാന വേദിയായ പ്രഗതി അതിന്റെ 50ാമത് യോഗം വിജയകരമായി പൂർത്തിയാക്കി സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടു. ഈ പ്രത്യേക പരമ്പരയുടെ ഭാഗമായി ഇന്ന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഹൈവേ 56ലെ ലഖ്നൌ സുൽത്താൻപൂർ ഭാഗത്തെ 4-വരി പാത വികസന പദ്ധതിയെക്കുറിച്ചാണ് വിശദമാക്കുന്നത്. ഉത്തർപ്രദേശിന്റെ മധ്യകിഴക്കൻ മേഖലകളിലെ റോഡ് അടിസ്ഥാന സൌകര്യ വികസനത്തിൽ നിർണായകമായതാണ് നാഷണൽ ഹൈവേ 56ലെ 127 കിലോമീറ്റർ ദൈർഘ്യമുള്ള ലഖ്നൌ സുൽത്താൻപൂർ ഭാഗത്തിന്റെ 4-വരി പാത വികസനം. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യും. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ജനങ്ങളിലെത്തിക്കുകയാണ് ലക്ഷ്യം. സാമ്പത്തിക പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഇന്ന് രാത്രി 11-ന് പ്രക്ഷേപണം ചെയ്യും. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസമാക്കിയവരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in, prasarbharati.gov.in/pbvacancies എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31. മകരവിളക്കിന് 2 നാൾ മാത്രം ബാക്കി. ഭക്തിസാന്ദ്രമായി ശബരിമല. പർണശാലകൾ ഉയർന്നു. എരുമേലിയിൽ പേട്ടതുള്ളൽ നടന്നു. പന്തളത്ത് നിന്ന് തിരുവാഭരണ ഘോഷയാത്ര നാളെ സന്നിധാനത്തേക്ക് പുറപ്പെടും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. മകരവിളക്ക് മഹോത്സവത്തിന് 2 നാൾ മാത്രം ബാക്കി നിൽക്കെ ഭക്തിസാന്ദ്രമാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളും. മകരവിളക്ക് കാലത്തെ പ്രധാന ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘത്തിന്റെ എരുമേലി പേട്ടതുള്ളലും നടന്നു. മകരവിളക്കിന് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളും വഹിച്ചുള്ള ഘോഷയാത്ര പന്തളം വലിയകോയിക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്നും നാളെ ഉച്ചയ്ക്ക് 1-ന് പുറപ്പെടും. 13-ന് പമ്പ വിളക്കും പമ്പ സദ്യയും നടക്കും. പാച്ചല്ലൂർ സുകുമാരൻ അനുസ്മരണ സമ്മേളനവും അവാർഡ് സമർപ്പണവും നാളെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടക്കും. NK പ്രേമചന്ദ്രൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക അവാർഡ് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് സമ്മാനിക്കും. ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 301 റൺ വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 300 റണ്ണെടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 10 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 48 റൺ നേടിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യ അഭൂതപൂർവമായ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ വികസിത കേരളത്തിന് സുപ്രധാന സ്ഥാനമുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ് അന്വേഷണം നിഷ്പക്ഷ ഏജൻസിയെ ഏൽപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും കേന്ദ്രമന്ത്രി. തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം ജില്ലകളിലെ 3 വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ നടക്കും. സംസ്ഥാനത്തിന്റെ സാമൂഹിക ചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസിന് നാളെ തുടക്കമാകും. ശബരിമലയിൽ മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. തിരുവാഭരണ ഘോഷയാത്ര നാളെ പന്തളത്ത് നിന്ന് പുറപ്പെടും. ന്യൂസിലൻഡിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 301 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.